പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ ഭാഗ്യം അദ്ദേഹം ഉള്ളത് പറഞ്ഞു. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അല്പം അഭിമാനമുള്ളവർ പറയും അവർ സ്വന്തം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറയാൻ അവർക്ക് മടിയാണ്. അഭിമാനവും കുടുംബ മഹിമയും സമൂഹത്തിൽ ഉന്നത പദവിയുള്ളവര് യാഥാർത്ഥ്യം മറച്ചു വെച്ച ചില വ്യാജങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്. ഉള്ളതുപോലെ പറയുന്നതാണ് ഏറ്റവും അഭികാമി. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നിങ്ങൾക്കില്ലേ ഇല്ലത് ഇല്ലാത്ത പോലെ പറയൂ. ഉണ്ടോ ഉള്ളത് മാത്രമേ പറയാവൂ. ഇല്ലാത്തത് ഉണ്ടെന്ന് നാം ഭാവിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുതെന്ന്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് പൊങ്ങച്ചം പറയുന്നവരാണോ, നമ്മെ തന്നെ ഉയർത്തി പറയുന്നവരാണോ? അത് ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, ആത്മീയ ജീവിതത്തിലും. ഒരു 10 പ്രസംഗിച്ചു, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ പ്രസംഗം തുടങ്ങി, അഭിമാനം മൂത്ത് അത് അഹങ്കാരമായി തീരുന്നു. ദൈവത്തിന്റെ കൃപാവരം ദൈവം സൗജന്യമായി സഭയുടെ ആത്മീയവർദ്ധനയ്ക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷേ കൃപാവരങ്ങൾ ഉണ്ട് എന്ന് കരുതി തലപൊക്കി നടക്കുന്ന ആളുകളുണ്ട്. എല്ലാം ദാനമല്ലേ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും നന്മയുടെ ഒരു വശമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. ഒന്നും സ്വന്തമല്ല എന്ന് കണ്ടെത്തി ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുന്നതാണ് ആത്മീക എളിമ.